ഹായ് അസ്സലാമു അലൈക്കും. ഇന്നൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചപ്പോൾ ഈ ഒരു കവർ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ 2 പാക്കറ്റാണ് ഉള്ളത്. ഒന്ന് മാരിനേഡും പിന്നെ ബ്രെഡിങ് മിക്സുമാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് 1 കിലോ ചിക്കനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചിക്കനും ചിക്കൻ മസാല കിറ്റും ഒക്കെ സുഗുണ ചിക്കനിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഫ്രഷ് ചിക്കനൊക്കെ മേടിക്കുമ്പോൾ സുഗുണ ചിക്കൻ മേടിച്ചാൽ മതി. കവറൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൽ ചിക്കൻ മുഴുവൻ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒന്ന് തോരാനായിട്ട് അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയുള്ള മിക്സിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് ബ്രെഡിങ് മിക്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. മാരിനേഡ് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 1.5 കിലോയ്ക്ക് ആവശ്യമായിട്ടുള്ള പൗഡറാണ് കേട്ടോ. അപ്പോൾ 1 കിലോയാണല്ലേ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പൗഡർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു കുഴമ്പ് രൂപത്തിലാണ് കേട്ടോ നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് കുഴിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു ചിക്കനിലെല്ലാം തന്നെ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെക്കണം. അതിനുശേഷമാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1 മണിക്കൂറിന് ശേഷം ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നായി എടുത്തിട്ട് ബ്രെഡി മിക്സിൽ നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. പുരട്ടിയെടുത്ത കഷ്ണങ്ങൾ ഓരോന്നായി വെള്ളത്തിൽ മുക്കിയെടുത്ത് വീണ്ടും പുരട്ടിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ബ്രെഡിങ് മിക്സിൽ മുക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇത്രയുമാണ് കേട്ടോ ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട്. ഒരു 10-12 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. സ്കിന്നോട് കൂടിയുള്ളതായതുകൊണ്ട് കൂടുതൽ ക്രിസ്പി ആയിരിക്കും കേട്ടോ. ഈ ഒരു ചിക്കൻ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മയണൈസും സോസും കൂടെ കൂട്ടിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു മയണൈസ് പാക്കും കൂടെ കിട്ടും കേട്ടോ. എഗ്ലെസ് മയണൈസാണ്. ഇതിൽ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് സോസ് കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.